ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുനബി ചരിത്രം. ഉമർ ഇസ്ലാമിലേക്ക്. ഈയിടയിൽ അതിപ്രധാനമായൊരു സംഭവമുണ്ടായി. പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി തീർന്ന ഉമർ ഇപ്പോഴും കടുത്ത ഒരു എതിരാളിയും ഭയങ്കരനായ ശത്രുവുമാണ്. പുതിയ പ്രസ്ഥാനത്തിനെതിരായി ഫലപ്രദമായ യാതൊരു നീക്കവും ഉണ്ടായില്ലെന്നു കണ്ട അദ്ദേഹം തിരുനബിയുടെ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. കയ്യിൽ വാളുമേന്തി ഈ ഉദ്ദേശത്തോടെ അദ്ദേഹം ഒരു ദിവസം പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പോക്ക് കണ്ട് അസ്വസ്ഥനായ ഒരു സ്നേഹിതൻ എങ്ങോട്ടാണ് യാത്രയെന്ന് വഴിക്കൽ വെച്ച് ചോദിച്ചു. മുഹമ്മദിന്റെ കഥ കഴിക്കാൻ, അതായിരുന്നു മറുപടി. പക്ഷേ അദ്ദേഹത്തിന്റെ ഗോത്രം താങ്കളോട് പ്രതികാരത്തിനൊരുങ്ങില്ലേ? നാട്ടിൽ നടക്കുന്നതെന്തൊക്കെയാണെന്നറിയുമോ? താങ്കളുടെ സഹോദരിയും ഭർത്താവും ഇസ്ലാം മതം അവലംബിച്ചിരിക്കുകയാണല്ലോ. ഉമർ അതു കേട്ടു പകച്ചു നിന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത. അത് ഉമറിനെ രോഷാകുലനാക്കി. സഹോദരിയുടെയും ഭർത്താവിൻ്റെയും കഥ കഴിച്ചിട്ടു മതി ഇനി മറ്റെന്തും. അദ്ദേഹം നേരെ വീട്ടിലേക്ക് തിരിച്ചു. പടിവാതിക്കലെത്തിയപ്പോൾ തന്നെ അകത്തുനിന്ന് ആരോ എന്തോ ഓതിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹം കേട്ടു. ഖബ്ബാബിന്റെ കൂറ്റാണ്. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമർ ഒരു കൊടുങ്കാറ്റ് പോലെ അകത്ത് കയറി. ആരോ ധൃതിയിൽ കടന്നു വരുന്നത് കണ്ട് ഖബ്ബാബ് വേഗം ഓത്തു നിർത്തി. ഉമറിന്റെ സഹോദരി ഫാത്തിമ ഖുർആന്റെ താളുകൾ മറച്ചു പിടിച്ചു. സഹോദരിയെയും ഭർത്താവിനെയും നോക്കി ഉമർ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും നമ്മുടെ വിശ്വാസം കൈവെടിഞ്ഞതറിഞ്ഞു. ഉമർ സഹോദരി ഭർത്താവിന്റെ നേർക്കു കൈയോങ്ങി. ഉമറിന്റെ മച്ചൂനനായിരുന്നു ഖബ്ബാബ്. ഫാത്തിമ നടുക്കു വീണു. ഉമറിന്റെയും ഭർത്താവിന്റെയും മധ്യത്തിൽ. ഉമറിന്റെ കൈ ഫാത്തിമയുടെ മുഖത്താണ് വീണത്. അത് മൂക്കിനു തട്ടി മുറിപ്പെട്ടു. രക്തം വാർന്നൊഴുകി. പ്രഹരമേറ്റപ്പോൾ ഫാത്തിമ കൂടുതൽ ധൈര്യവതിയായി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ ഇരുവരും മുസ്ലിങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളായി തന്നെ തുടരുകയും ചെയ്യും. താങ്കൾ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ഉമർ ധൈര്യവാനായിരുന്നു. അക്രമത്തിന് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ കെടുത്താനായില്ല. തന്റെ കൈ തട്ടി ചോര പുരണ്ട സഹോദരിയുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് പതറി. ഉമർ ഇതോടെ മറ്റൊരാളായി മാറിപ്പോയി. അവർ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുർആന്റെ താളുകൾ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവ അദ്ദേഹം പിടിച്ചുപറ്റി പിച്ചിച്ചീന്തുമെന്ന് പേടിച്ചു ഫാത്തിമ വിസമ്മതം കാണിച്ചു. താനൊന്നും ചെയ്യില്ലെന്ന് ഉമർ ഉറപ്പു നൽകി. പക്ഷേ ശുദ്ധിയില്ലാതെ ഖുർആൻ തൊടാൻ സഹോദരി അനുവദിച്ചില്ല. താൻ കുളിച്ചു വരാമെന്ന് ഉമർ പറഞ്ഞു. സ്വയം ശുദ്ധി വരുത്തിയ ശേഷം ശാന്തനായി കഴിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആന്റെ താളുകൾ കയ്യിലെടുത്തു. സൂറ താഹായിലെ ഒരു ഭാഗമായിരുന്നു അത്. ആ വാക്യങ്ങൾ ഇതായിരുന്നു: നിശ്ചയമായും ഞാനാകുന്നു അല്ലാഹു, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനില്ല. എന്നെ ആരാധിക്കുകയും എന്നെ ധ്യാനിക്കുന്നതിനു പ്രാർത്ഥനയെ നിലനിർത്തുകയും ചെയ്യുവിൻ. നിശ്ചയമായും ആ നാഴിക വരുന്നു. ഓരോ ആത്മാവും അതിൻ്റെ പ്രയത്നത്തിനൊത്ത് പ്രതിഫലം നൽകപ്പെടുമെന്ന് ഞാൻ വെളിപ്പെടുത്തുന്ന നാഴിക. ദൈവത്തിന്റെ സൽഭാവത്തെക്കുറിച്ചുള്ള ഈ ഉറച്ച പ്രഖ്യാപനം മക്കയിൽ സർവത്ര നടമാടുന്ന വിഗ്രഹാരാധനയ്ക്ക് പകരം ഏകദൈവാരാധനയെ ഇസ്ലാം അതിവേഗം സ്ഥാപിക്കുമെന്ന ഈ വാഗ്ദാനം ഉമറിന്റെ ഹൃദയത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്തു. പിന്നെ അദ്ദേഹത്തിനൊട്ടും അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സത്യവിശ്വാസത്തിന്റെ തിരമാലകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അലതല്ലി. ഉമർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. എത്ര സുന്ദരം, എത്രമേൽ ആത്മോദ്ധാരകം! ഒളിച്ചു നിന്നിരുന്ന ഖബ്ബാബ് മെല്ലെ പുറത്തു വന്നു. അല്ലാഹുവാണ്. ഇന്നലെ മാത്രമാണ് ഉമറിന്റെയോ അംർ ഇബ്നു ഹിശാമിന്റെയോ പരിവർത്തനത്തിനു വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേട്ടത്. അങ്ങയുടെ മനപരിവർത്തനം ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണുണ്ടായിരിക്കുകയെന്ന് അദ്ദേഹം അന്വേഷിച്ചു. ഉമർ നേരെ ദാറുൽ അർഖമിലേക്കാണ് യാത്ര തിരിച്ചത്. ഊരിപ്പിടിച്ച വാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഉമർ വാതിൽക്കൽ ചെന്ന് മുട്ടിയപ്പോൾ തിരുസഖാക്കൾ വാതിലിന്റെ വിള്ളലിലൂടെ അദ്ദേഹത്തിന്റെ രൂപം നോക്കിക്കണ്ടു. ദുരുദ്ദേശ്യത്തോടെയായിരിക്കണം ഉമർ കടന്നു വന്നതെന്ന് അവരെല്ലാം ഭയപ്പെട്ടു. എന്നാൽ
അദ്ദേഹം അകത്ത് പ്രവേശിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഉമർ ഉള്ളിൽ കടന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഊരിയ വാളുണ്ടായിരുന്നു. എന്താണ് വിശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബിയെ, ഞാൻ മുസ്ലിം ആകുന്നതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഉമർ മറുപടി നൽകി. അല്ലാഹു അക്ബർ എന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ ദൈവത്തിന് സ്തുതി മുഴക്കി. തിരുസഖാക്കളും അത് ഉറക്കെ ഏറ്റുപറഞ്ഞു, അല്ലാഹു അക്ബർ. ആ ശബ്ദം ചുറ്റുമുള്ള കുന്നുകളിൽ മാറ്റൊലികൊണ്ടു. ഉമർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ആ വർത്തമാനം നാടൊട്ടുക്കും കാട്ടുതീ പോലെ പരന്നു. സകലർക്കും പേടി സ്വപ്നമായ ഉമർ എന്നാൽ ആ മർദ്ദക നേതാവും അന്നു മുതൽ മറ്റു മുസ്ലിങ്ങളോടൊപ്പം മർദ്ദനങ്ങൾക്കിരയായിപ്പോന്നു. ഉമർ ഇപ്പോൾ മറ്റൊരാളായിരിക്കുന്നു. മുമ്പേ മർദ്ദിക്കുന്നതിൽ അദ്ദേഹം രസം കൊണ്ടിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മർദ്ദിക്കപ്പെടുന്നതിൽ രസം കണ്ടെത്തുകയാണ്. അദ്ദേഹം മക്കയിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി നടന്നു. വല്ലാതെ വിഷമിച്ച ഒരു വ്യക്തി.